പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവകരുണ ആഗ്രഹിച്ച് ദാഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവം, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ യേശു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം ഈശോ നമുക്ക് ആവശ്യമായതെല്ലാം നൽകും. പിതാവ് സ്വപുത്രനെ പോലും നമുക്ക് നൽകി. യേശു സ്വജീവൻ നമുക്ക് നൽകി. അതോടൊപ്പം സമസ്തവും നൽകാതിരിക്കുമോ എന്നാണ് വചനത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യം. നമുക്ക് ആ ബോധ്യത്തോടെ നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ വലിയ സ്നേഹത്തോടെ പ്രതാപത്തോടെ ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ ശക്തിയും കൃപയും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യവും സമാധാനവും ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഉത്സവസ്ഥാനങ്ങളിരുന്ന് അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, കരുണ ലഭിക്കാനുള്ള വഴികൾ. രണ്ടാമത്തേത്, കരുണ ലഭിച്ചവരുടെ കടമ. ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവം കരുണയാണ്, കരുണയാൽ സമ്പന്നമാണ്. പക്ഷേ ഈ കരുണ പ്രാപിക്കാൻ അതിൻ്റേതായിട്ടുള്ള വഴിയിലേക്ക് നമ്മൾ വരണം. നമുക്കറിയാം, ലൂക്കാ 19 അധ്യായത്തിൽ കാണുന്നത്, സക്കേവൂസ് നേരത്തെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി ഏത് വഴിക്കാണ് കർത്താവ് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് മുമ്പേ ഓടി സിക്കമൂർ മരത്തിൽ കയറി കർത്താവിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഏതേലും വഴിയിലുള്ള മരത്തെ കയറിയിരുന്നാൽ, അല്ലെ വഴി സൈഡിലുള്ള മരത്തെ കയറി നിന്നാൽ ഈ ഭാഗ്യം അവന് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ അവൻ അന്വേഷിച്ചു ഏത് വഴിയാണ് ഇന്ന് കർത്താവ് പോകാനിരിക്കുന്നത്. എന്നിട്ട് അതിന് മുമ്പ് ആ വഴിയിലേക്ക് എത്തി അവിടെ ഒരു സിക്കമൂർ മരത്തിൽ കയറി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സക്കേവൂസിനെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, ഈ കരുണ പ്രാപിക്കാൻ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശരണമാണ്. ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക, ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറുക. അങ്ങനെയുള്ളവർക്ക് ദൈവ കരുണയുടെ ഒരു കുറവും അവരുടെ ജീവിതത്തിലോ കുടുംബത്തിലോ അവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം ഉണ്ടാകില്ല. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനം. അപ്പം അതുകൊണ്ട് കരുണ ആഗ്രഹിച്ചാൽ പോരാ, അത് കിട്ടാനുള്ള വഴി നമ്മൾ മനസ്സിലാക്കണം. ആ വഴിയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളായി മാറുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ കാരുണ്യവാനായ ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഇന്ന് നമുക്കും ലോകം മുഴുവനും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ദൈവത്തിൻ്റെ കരുണ എന്നുള്ളത് നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. അല്പം കൂടി ആഴത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കരുണ ലഭിച്ചവരുടെ കടമയെക്കുറിച്ചാണ്. കടമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിറവേറ്റേണ്ടതാണ്. കടമ നിറവേറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള
അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് വരും. അതിപ്പം വിവാഹ ജീവിതമാണേലും സമർപ്പണ ജീവിതമാണേലും തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കടമകളുണ്ട്. നമ്മൾ പള്ളിയിൽ പോകും, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടുന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കടമയും കൂടിയുണ്ട്. നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല, കടമയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ദൈവകരുണ പ്രാപിച്ചവരുടെ കടമകൾ ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പറയുകൊണ്ട് കടമ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് കർത്താവ് നമുക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനം 103 2-ാമത്തെ വചനം നമുക്ക് സുപരിചിതമല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക. എന്നിട്ടൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ചെയ്ത അനുഗ്രഹം ഒന്നും മറക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹം വർഷിക്കുമ്പോൾ അത് ഓർക്കാനും അതിന് നന്ദി പറയാനുമുള്ള ഒരു കടമ നമുക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹമെടുക്കുമ്പോൾ, ക്ഷമയെടുക്കുമ്പോൾ, കരുണയെടുക്കുമ്പോൾ നമുക്ക് ചില കടമകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും ഇതേ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. ലൂക്ക 12 47 48 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അധികം ലഭിച്ചവരിൽ നിന്നും അധികം ദൈവം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ചതായിരിക്കാം. അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കൊരു കടമയുണ്ട്. ലൂക്ക 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പാപത്തിൽ വീണുപോയവള്, പക്ഷെ അവൾക്ക് ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് ലഭിച്ചു. അതുകൊണ്ട് അവൾ ചെയ്ത ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കരയുന്നു. അവളുടെ കണ്ണുനീര് അവൻ്റെ പാദങ്ങൾ കഴുകാൻ മാത്രം ഉണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ മുടി കൊണ്ട് ആ പാദങ്ങൾ തുടച്ചു. പിന്നെ നല്ല വിലപിടിപ്പുള്ള സുഗന്ധ തൈലം കൊണ്ട് ആ പാദങ്ങൾ പൂശി. ഇത്രയും അവൾ ചെയ്തത് അതുപോലെ അവൾക്ക് കരുണ ലഭിച്ചത് കൊണ്ടാണ് എന്ന് ശിമയോനോട് കർത്താവ് തന്നെ സൂചിപ്പിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അറിവുണ്ട്, അധികം ലഭിച്ചവർക്ക് അധികമായൊരു കടമയുണ്ട്. അത് സ്നേഹമാണെങ്കിലും സമ്പത്താണെങ്കിലും അങ്ങനെ എന്താണെന്ന് പറഞ്ഞാലും അധികം ലഭിക്കുമ്പോൾ അതനുസരിച്ചുള്ളൊരു കടമ നമുക്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പൗലോസ് പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കിയത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഉദാരശീലരാകാൻ. ഉദാരശീലം അത് നമ്മുടെ ഒരു കടമയാണ്. നമുക്ക് ഒരുപാട് സമ്പത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഉദാരശീലരാകണം. തോബിത്ത് 4-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഏറെ സമ്പത്തുള്ളവർ അതനുസരിച്ച് ദാനം ചെയ്യണം. അല്പമേ ഉള്ളോ അതനുസരിച്ച് കൊടുക്കണം. പറയുണ്ട്, അധികമുള്ളവരും അല്പമുള്ളവരുമെല്ലാം കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അതിനാനുപാതികമായിട്ട് കൊടുക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. എങ്കിൽ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച നമുക്ക് കടമയില്ലേ? മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. റോമാലേഖനം 2-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെയും ഏതാണ്ട് ഇതുപോലൊരു സന്ദേശം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, പാപം ചെയ്യുന്ന ഏതൊരുവനും ആദ്യം യഹൂദൻ, പിന്നെ ഗ്രീക്കുകാരൻ. യഹൂദൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാൻ ഒരുപാട് അവസരം കിട്ടിയവൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം യഹൂദൻ, പിന്നെ ഗ്രീക്കുകാരൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് അധിക അവസരം ദൈവം തന്നെങ്കിൽ അതനുസരിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അധിക സമ്പത്ത് ദൈവം തന്നെങ്കിൽ അതനുസരിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സന്ദേശം അല്പം കൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും.
ലൂക്കാ 17-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോഴാണ് 10 കുഷ്ഠരോഗികളുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 പേരും വന്നത് സൗഖ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അവർ പോയി. ഞങ്ങളിതൊന്നുമല്ല പ്രതീക്ഷിച്ചത് കേട്ടോ എന്നും പറഞ്ഞ് പരാതി പരിഭവം അല്ല അവർ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, അവർ പോയി. 10 പേർക്കും സൗഖ്യം കിട്ടി. പക്ഷെ അതിൽ ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അവൻ്റെ കടമ നിറവേറ്റാൻ അവൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. ബാക്കി 9 പേര് കടമ മറന്നു. തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബാക്കി 9 പേരെവിടെ? പറയുണ്ട്, കരുണ ലഭിച്ചവർ കടമ മറന്നാൽ ഇതുപോലത്തെ ചോദ്യം നമ്മുടെ നേരെ വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ 4-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സ്ത്രീ, സമറിയാക്കാരി സ്ത്രീ, യേശുവുമായിട്ട് അവളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് കാണാൻ പറ്റും. അവളുടെ അവസ്ഥ വലിയ പാപാവസ്ഥയായിരുന്നു. പലരുമായിട്ട് അവിഹിത ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുഴുകിയിരുന്നവള്, നുണയം പറഞ്ഞവളാ. പക്ഷെ നമ്മൾ കാണുകയാണ്, യേശുവുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ അവളുടെ ജീവിതം മാറാൻ തുടങ്ങി. മാറി മാറി അവസാനം നമ്മൾ കാണുകയാണ്, യേശുവിനെ അഭിഷിക്തനും കർത്താവുമായിട്ട് അവൾ സ്വീകരിച്ചു. അവൾ രക്ഷപ്പെട്ടു. പക്ഷെ അതിന് ശേഷം അവൾ ചെയ്തൊരു കാര്യമുണ്ട്. കർത്താവിനെ അനുഭവിച്ചവളാണ്, അവനിൽ രക്ഷ കണ്ടെത്തിയവളാണ് എന്നുള്ളത് അവൾ തെളിയിച്ചു. കോരിയ വെള്ളം, കോരാൻ കൊണ്ടുവന്ന പാളയം കയറ്, അതെല്ലാം ആ കിണറ്റുകര തന്നെ ഇട്ടിട്ട് ഓടുന്നത് കാണാൻ പറ്റും. പോയിട്ട് കാണുന്നവരോടൊക്കെ അവൾ വിളിച്ചു പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ രക്ഷപ്പെട്ടു. രക്ഷകനായ യേശുവിനെ ഞാൻ കണ്ടു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന രക്ഷകനെ ഞാൻ നേരെ കണ്ടു. നിങ്ങളും പോയി കാണണം. അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് സമറിയാക്കാരി സ്ത്രീയെ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസവും കഴിവൊക്കെ വെച്ച് നോക്കിയാൽ അവൾക്കിതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളെക്കാൾ സുവിശേഷ വേല ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവളുടെ യേശുവിനോടുള്ള സ്നേഹം, അവളുടെ ആത്മാർത്ഥത. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മുടെ ഭാഗത്തു നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു കടമ നമുക്കുണ്ട്. കാരണം കർത്താവിൻ്റെ കാരുണ്യം നമ്മൾ പ്രാപിച്ചവരാണ്, സ്നേഹം നമ്മൾ ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ കടമ നിറവേറ്റുന്നവരായിട്ട് നമ്മൾ മാറണം. മറ്റൊരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. മത്തായി 18, 33, 35 2 വചനങ്ങൾ എടുത്താൽ മതി. മത്തായി 18-ന്റെ 33, 35 അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ നിന്റെ സഹസേവകനോട്, മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? കരുണ ലഭിച്ചവർ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവരായി മാറണം. കാരണം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത് ഹൃദയപൂർവ്വമാണ്. പിന്നീട് ഒരിക്കലും കർത്താവ് ക്ഷമിച്ചത് ഓർത്തിരിക്കാത്തവനാണ്. അങ്ങനെ ക്ഷമിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 9:13 വായിച്ചാൽ കരുണ ലഭിച്ചവരുടെ കടമ അവിടെ പറഞ്ഞിട്ടുണ്ട്. കരുണ കൊടുക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്. പറയുണ്ട്, കരുണ പ്രാപിച്ച നമ്മുടെ ഒരു കടമയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. തോബിത്ത് 11:17 കരുണ കാണിക്കുന്ന ദൈവത്തെ നാം സ്തുതിക്കണം. അത് മറ്റൊരു കടമയാണ്. നമ്മളോട് കരുണ കാണിച്ച, ഈ ലോകത്തോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളിപ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും നിറവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും